കുറച്ച് നാളായി നമ്മുടെ മലനാടൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് റിയാക്ട് ചെയ്തിട്ട്. നിങ്ങൾക്കറിയാം, എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരു മലവാണമാണ് ഈ വേട്ടാവളിയൻ മാധ്യമപ്രവർത്തകൻ. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൂവി നടക്കുന്ന ഇവനും പല ആളുകളുടെയും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ അന്ന് ഞാൻ വളരെ ശക്തമായ ഭാഷയിലാണ് ഈ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ആസനം താങ്ങി നടക്കുന്ന ഇയാളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തത്. ആ സമയത്ത് എൻ്റെ ചാനൽ തന്നെ യൂട്യൂബിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും 3, 4, 5 സ്ട്രൈക്കുകൾ തന്നിട്ട് എൻ്റെ ചാനലിനെ കളയാൻ വേണ്ടി നോക്കി. പക്ഷേ ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ്. ഞാനൊരു മതത്തെക്കുറിച്ചിട്ടോ ഒരു വിശ്വാസത്തെക്കുറിച്ചിട്ടോ ഇവിടുത്തെ വർഗീയപരമായ രീതിയിലോ ഞാൻ സംസാരിക്കാറില്ല. കാരണം ഞാൻ പറയുന്നത് സംഘപരിവാറിനെതിരെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ ആ സംഘപരിവാറിനെ ഞാൻ പറയുമ്പോൾ ഇവന് നന്നായിട്ട് കൊള്ളുന്നുണ്ട്. കാരണം സംഘപരിവാർ കൊടുക്കുന്ന അമേദ്യം കുടിച്ചിട്ടായിരുന്നല്ലോ ഇവൻ ഈ കാലം അത്രയും ഇപ്പോഴും ഇതിനകത്തിരുന്നൊരു വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇവൻ്റെ ഒരു വീഡിയോ ശരിക്കും ഞാൻ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഇവൻ പറയുന്നത് കേരള സ്റ്റോറി ആദ്യം ഇറങ്ങിയത് അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഒരു മൂവിയായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു കേരള സ്റ്റോറി എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ മമ്മൂക്കായെ വെച്ചിട്ടായിരുന്നു. മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് രോഗികൾക്ക്, ഒരുപാട് നിർദ്ധരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു കൈത്താങ്ങായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കെയർ ആൻഡ് ഷെയർ. അതിൻ്റെ നെടുന്തൂണാണ് നമ്മുടെ മമ്മൂക്ക. ആ മമ്മൂക്കയുടെ ചുറ്റും നിൽക്കുന്ന ഇപ്പം റോബർട്ട് കുര്യാക്കോസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകൾ മമ്മൂക്കയുടെ പിന്നിലുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ നെടുന്തൂണെന്ന് പറയുന്ന മമ്മൂക്ക. റത്തീന സംവിധാനം ചെയ്ത് പുഴുവെന്നൊരു സിനിമ റിലീസ് ചെയ്തു. ആ സിനിമയിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ളൊരു കഥാപാത്രത്തെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കുകയും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് ആദ്യം വാർത്ത കൊടുത്തത് ഈ പറയുന്ന വേട്ടാവളിയൻ തന്നെയാണ്. അന്ന് ആ വാർത്ത കൊടുത്തത് മമ്മൂക്കാക്ക് ഒരു അസുഖം ബാധിച്ചു എന്നല്ല, അതിന് വേറെ രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇതിനൊക്കെ എതിരെ ശക്തമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചു. അതിൻ്റെ പേരിലായിരുന്നു എൻ്റെ ചാനൽ കളയാൻ വേണ്ടി വേട്ടാവളിയെ നോക്കിയത്. ദൈവം തമ്പുരാൻ വലിയവനാണല്ലോ. ഈ പറഞ്ഞ വായിൽ തന്നെ തിരിച്ചു പറയിപ്പിക്കാനും ഈ പറയപ്പെടുന്ന ദൈവത്തിന് നന്നായിട്ട് അറിയാം. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഏത് പുഴുത്ത ജന്മങ്ങളാണെങ്കിലും അവൻ്റെയൊക്കെ വാഗുകൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം അഹങ്കാരം എന്നൊക്കെ പറയുന്ന നമ്മുടെ മമ്മൂക്ക. അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി സമൂഹത്തിലെ സഹജീവികളോട് കാണിക്കുന്ന ഒരു കരുണയും കരുതലും ഒക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖം ഉണ്ടാകും. കാരണം ഈ തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയുന്ന മാധ്യമപ്രവർത്തനം എന്ന് ചമഞ്ഞ് നടന്ന, അല്ലെങ്കിൽ ഈ കാലം അത്രയും സംഘപരിവാറിന് വേണ്ടി ഇപ്പോഴും വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേട്ടാവളിയൻ്റെ വായിൽ നിന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ആ വീഡിയോ എന്താണ് എന്നൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. സാമാന്യം ഭേദപ്പെട്ട സിനിമയായിരുന്നത്. അതിന്റെ 2ാം ഭാഗത്തിന്റെ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ എല്ലാവരും അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു. ആ സിനിമ എങ്ങനെയാണ് എന്നറിയാതെ പലരും അതേക്കുറിച്ച് നിരൂപണവും തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ യഥാർത്ഥ കേരള സ്റ്റോറി നമ്മളിൽ പലരും മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ്. ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നമ്മളെ ഭിന്നിപ്പിക്കുമ്പോഴും മനുഷ്യത്വം നമ്മളെ ഏകോപിപ്പിക്കാറുണ്ട്. അത്തരം അസാധാരണമായ ഒരു കഥയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. അരിമാലി സ്വദേശിനിയായ സന്ധ്യയുടെ ജീവിത കഥയാണത്. മണ്ണിടിച്ചിലിൽ സന്ധ്യയ്ക്ക് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു, തന്റെ കൊച്ചുകൂരയിരുന്ന ഭൂമി ഒലിച്ചു പോകുന്നു. മാത്രമല്ല ഗുരുതരമായി പരിക്കുമേൽക്കുന്നു സന്ധ്യയ്ക്ക്. സന്ധ്യ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതായി തീർന്നു. സന്ധ്യയുടെ ഈ വേദന നടൻ മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മമ്മൂട്ടി സന്ധ്യയ്ക്ക് ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു. മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. എവിടെയെങ്കിലും ആത്മാർത്ഥമായി വേദന അനുഭവിക്കുന്ന മനുഷ്യനെ പിന്തുണയ്ക്കാനുള്ള ഫൗണ്ടേഷനാണ്. എന്റെ സുഹൃത്തും അബുദാബിയിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനുമായ മുരളീധരനാണ് അതിന്റെ ചെയർമാൻ. എന്റെ മറ്റൊരു സുഹൃത്ത് അബുദാബിയിലുള്ള റോബർട്ട് കുര്യാക്കോസ് ആണ് ഇതിന്റെ പ്രധാന നടത്തിപ്പുകാരൻ. MGM ഗ്രൂപ്പിന്റെ ഉടമയായ ഗീവർഗീസ് യോഹന്നാൻ, സിന്തായിറ്റ് ഗ്രൂപ്പിന്റെ ഉടമയായ വിജു ജേക്കബ്, മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ഉടമയായ റോയ് എം മാത്യു, ഫാദർ തോമസ് കുര്യൻ, ചാർട്ടേഡ് അക്കൗണ്ട് മോഹൻ CA എന്നിവരാണ് ഇതിലെ മറ്റ് നടത്തിപ്പുകാർ. മമ്മൂട്ടിക്ക് വേണ്ടി തുടങ്ങിയ, മമ്മൂട്ടി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കെയർ ആൻഡ് ഷെയർ. അനേകം പേരുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട് ഇതിനോടകം. ഇത് മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് സന്ധ്യയുടെ ദയനീയ ജീവിതം. സന്ധ്യയുടെ ചികിത്സ മമ്മൂട്ടി തന്നെ ഏറ്റെടുക്കുന്നു. ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ ആവശ്യപ്പെട്ട് 10-20 ലക്ഷം രൂപ ചെലവുള്ള ചികിത്സ അവർ കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു. കാലിന് വേദനയൊക്കെ ഉണ്ട്, കുറവായി വന്നു സാറേ. ഗവൺമെന്റിൽ വീടിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ?
അതൊന്നും ഇല്ല സാറേ, ഒന്നും അറിവായിട്ടില്ല. അതിന്റെ ശ്രമങ്ങൾക്ക് അവിടെ ഏത് പഞ്ചായത്തിലാണ് നിങ്ങളുള്ളത്? അടിമാലി പഞ്ചായത്ത്. പിന്നെ സാറേ, എനിക്ക് വേറെ ഒരു സഹായത്തിന് ആരുടെ ഒരു കാലം മുക്കി മാറ്റേണ്ടി വന്നു. അവര് വേറെ വയ്ക്കോ? സമയമാകുമ്പോ നോക്കാം കേട്ടോ. ശരി, ഓക്കെ. അവർക്കൊരു കൃത്രിമ കാല് വയ്ക്കാൻ മാത്രം 8 ലക്ഷം രൂപയായി. ഈ കൃത്രിമ കാൽ കൊടുത്തതിന് ശേഷം മമ്മൂട്ടിയെ കാണാൻ സന്ധ്യ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. മമ്മൂട്ടി പെട്ടെന്ന് കയറി വരുമ്പോൾ സന്ധ്യയെ കൃത്രിമ കാലിൽ ചാടി എണീക്കുകയും മമ്മൂട്ടി കുശലം ചോദിക്കുകയും ചെയ്യുന്ന ഭാഗം ആദ്യം കാണുക. പയ്യെ നടക്കാറാവുള്ളൂ. അന്ന് അവരുടെ ആശങ്ക വീടിനെ കുറിച്ചായിരുന്നു. നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് മമ്മൂട്ടി വാക്ക് കൊടുക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂക്കനെ കാണുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ റിവ്യൂവിന് വന്നപ്പോഴാണ് മമ്മൂക്ക ഇവിടെ അടുത്ത് ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ അവിടെയാണ് മമ്മൂക്കനെ കണ്ടത്. വീടിന്റെ കാര്യവും സ്ഥലത്തിന്റെ കാര്യവും എല്ലാം ഇതാക്കിയിട്ടുണ്ടെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. തുടർന്ന് മുരളീധരൻ ഇവർക്ക് വേണ്ടി 3 സെന്റ് സ്ഥലം വാങ്ങുന്നു. മമ്മൂട്ടി തന്നെ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ ബന്ധപ്പെടുന്നു. ബാവയുടെ പൗരോഹിത്യ ജൂബിലിയുമായി ബന്ധപ്പെട്ട് സഹോദരൻ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. ആ പദ്ധതിയിൽ പുതുതായി 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ ഭാഗമാക്കാൻ കഴിയുമെന്ന് മമ്മൂട്ടി ചോദിക്കുകയാണ്. ഓർക്കണം, മമ്മൂട്ടി എന്ന മുസ്ലിം ഒരു ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനോടാണ് വീട് പണിത് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത്. അതേക്കുറിച്ച് ബാവ പറഞ്ഞു. ബഹുമാനപ്പെട്ട മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന അനേകം ആളുകളെ സഹായിക്കുന്ന അനേക പദ്ധതികളുണ്ട്. അദ്ദേഹം അവിടെ എന്നോട് ആവശ്യപ്പെട്ടത്, ഇത്രയും ഞാൻ ചെയ്തു, തിരുമേനി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം. അദ്ദേഹം അവിടെ അത് പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം. ഈ 100 വീടുകളിൽ 1 സന്ധ്യയ്ക്കായിരിക്കുമെന്ന് അവിടെ വെച്ച് പറഞ്ഞു. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യണം, നാളേക്ക് മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഓർത്തഡോക്സ് സഭാ തിരുമേനി ആ വീട് പണിത് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, എവിടെ നിന്നൊരു വാർത്ത കേട്ടപ്പോൾ മമ്മൂട്ടിക്ക് തോന്നിയ ഒരു ആശങ്ക സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവർക്ക് കൃത്രിമ കാലായി, അവർക്ക് എല്ലാ ചികിത്സകളും ലഭിച്ചു, അവർക്ക് വീട് വെക്കാൻ സ്ഥലമായി. ഇപ്പോഴിതാ അവർക്ക് വീടുമാകുന്നു. മുസ്ലിമായ മമ്മൂട്ടി ഒരു ക്രൈസ്തവ സഭാ മേധാവിയുടെ സഹായത്തോടെ ഹിന്ദുവായ സന്ധ്യയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാൾ വലിയ കേരള സ്റ്റോറി. പറഞ്ഞവനെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുക എന്നുള്ള ഒരു പ്രവണത നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസ നടൻ, കാരുണ്യത്തിന്റെ സ്പർശമായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക അത് ചെയ്യിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ചെയ്യിച്ചിട്ടുണ്ട്. എന്തായാലും നിന്റെ ഒരു സർട്ടിഫിക്കറ്റും ഈ പറയുന്ന മമ്മൂക്കാക്ക് ആവശ്യമില്ല. ഈ നിന്നെപ്പോലുള്ള മമ്മൂക്ക എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പറയാൻ പോലും ഒരു അർഹതയില്ല. കാരണം നീ ഈ സംഘപരിവാറിന് വേണ്ടിയും കാസയ്ക്ക് വേണ്ടിയും വിടുപണി ചെയ്തുകൊണ്ട് ഈ ഒരു വാർത്ത കാണുമ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് തോന്നിയത് ആരോ ഇവൻ്റെ അണ്ണാക്കിൽ എന്തോ തിരികെ കൊടുത്തിട്ട് ഈ ഒരു വാർത്ത ചെയ്യിച്ചതായിട്ടാണ് തോന്നുന്നത്. കാരണം പ്രതിഫലമില്ലാത്ത വാർത്തകളൊന്നും ആശാൻ ചെയ്യാറില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അസ്തിത്വം വരെ പണയപ്പെടുത്തും. മറ്റെന്തൊക്കെ വൃത്തികെട്ട പരിപാടികളൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്ത് ടാങ്കായിട്ട് മാറിയ ഈ മലനാടൻ ഊളയുടെ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മമ്മൂക്കയെക്കുറിച്ചും മമ്മൂക്ക ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ചിട്ടൊക്കെ വാനോളം പുകഴ്ത്തുന്ന കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.